ഹായ് നമസ്കാരം. ഈസി ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഇഷ്ടക്കേടൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കുറേ അധികം വലിച്ചു വാരി പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കും മൂലയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ആദ്യം പഠിച്ചെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2023 ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ആരെ? ഓപ്ഷൻ എ ഗോപിനാഥ് മുതുകാടാണ്. ഗോപിനാഥ് മുതുകാടാണ് 2023 ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത്. 2013 മുതൽ ഏതു രാജ്യത്ത് ഐക്യരാഷ്ട്ര സംഘടന നടത്തിവന്ന മിനുസ്മ എന്ന സമാധാന ദൗത്യമാണ് 2023 അവസാനിപ്പിച്ചത്? ഓപ്ഷൻ എ മാലി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. 2013 മുതൽ ഏതു രാജ്യത്ത് ഐക്യരാഷ്ട്ര സംഘടന നടത്തിവന്ന മിനുസ്മ എന്ന സമാധാന ദൗത്യമാണ് 2023 അവസാനിപ്പിച്ചത്? മാലി. ISRO നിർമ്മിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ ബി പുഷ്പക് RLV. ISRO നിർമ്മിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് RLV. 2024 ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി നരേന്ദ്രമോദിക്ക്. 2024 ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതി എന്താണ്? ഓപ്ഷൻ എ ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. രാജ്യാന്തര പർപ്പിൾ ദിനം എന്ന്? ഓപ്ഷൻ ബി മാർച്ച് 26. രാജ്യാന്തര പർപ്പിൾ ദിനം എന്നാണ് മാർച്ച് 26. ഇന്ത്യയുടെ സഹകരണത്തിൽ അരുൺ നദിയിൽ നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതു രാജ്യത്താണ്? ഓപ്ഷൻ എ നേപ്പാൾ. ഇന്ത്യയുടെ സഹകരണത്തിൽ അരുൺ നദിയിൽ നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതു രാജ്യത്താണ്? നേപ്പാൾ. 2023 ജൂലൈ 14 ഫ്രാൻസിന്റെ ദേശീയ ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. 2023 ജൂലൈ 14 ഫ്രാൻസിലെ ദേശീയ ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് നരേന്ദ്രമോദി. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് 2023 ഡിസംബറിൽ പുറത്തിറക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ഫെറി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇന്ദ്ര. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് 2023 ഡിസംബറിൽ പുറത്തിറക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ഫെറിയാണ് ഇന്ദ്ര. 2024 ഫെബ്രുവരിയിൽ നടന്ന ദോസ്തി 16 ഇന്ത്യയും ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു? ഓപ്ഷൻ സി ശ്രീലങ്ക മാലിദ്വീപ്. 2024 ഫെബ്രുവരിയിൽ നടന്ന ദോസ്തി 16 ഇന്ത്യയും ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു? ശ്രീലങ്കയും മാലിദ്വീപും ആണ് കേട്ടോ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആശ ശോഭന. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ഇന്ത്യൻ വനിതാ താരം ആരാ? ആശ ശോഭന. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നു മുതലാണ്? ഓപ്ഷൻ ഡി 2024 ജൂലൈ 1. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നു മുതലാണ്? 2024 ജൂലൈ 1 മുതൽ. ഇവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ആന്തൂർ. ഇവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായി പ്രഖ്യാപിക്കപ്പെട്ടത്? ആന്തൂർ. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നു വീണ് അതിൽ കുടുങ്ങിയ 41 തൊഴിലാളികൾക്കായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരെന്തായിരുന്നു? ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ദഗി.
ഉൾനാടൻ ജലപാതയിലൂടെയുള്ള പാഴ്സൽ നീക്കത്തിന് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുമായി ധാരണാപത്രം ഒപ്പിട്ട ആദ്യത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏത്? ഓപ്ഷൻ ഡി ആമസോൺ. ഉൾനാടൻ ജലപാതയിലൂടെയുള്ള പാഴ്സൽ നീക്കത്തിന് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുമായി ധാരണാപത്രം ഒപ്പിട്ട ആദ്യത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ആമസോൺ. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ ജോഷ്ന ചിന്നപ്പ ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി സ്ക്വാഷ്. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ ജോഷ്ന ചിന്നപ്പ ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ക്വാഷ്. അടുത്തിടെ അന്തരിച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും നേടിയ മലയാള സാഹിത്യകാരനായ എൻ. കുട്ടിക്കൃഷ്ണപിള്ള ഏതു പേരിൽ പ്രസിദ്ധനാണ്? ഓപ്ഷൻ ഡി എൻ. കെ. ദേശം. അടുത്തിടെ അന്തരിച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും നേടിയ മലയാള സാഹിത്യകാരനായ എൻ. കുട്ടിക്കൃഷ്ണപിള്ള ഏതു പേരിലാണ് പ്രസിദ്ധനായത്? ആൻസർ എൻ. കെ. ദേശം. രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരത്തിനുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം 2023 ഇൻഡോറിനൊപ്പം പങ്കിട്ടത് ഏതു നഗരമാണ്? ഓപ്ഷൻ ഡി സൂറത്ത്. രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരത്തിനുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം 2023 ഇൻഡോറിനൊപ്പം പങ്കിട്ടത് ഏതു നഗരമാണ്? സൂറത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി കെ സ്മാർട്ട്. കെ സ്മാർട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ബാലസംരക്ഷണ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? കുഞ്ഞാപ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ക്ലാസ് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.